അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ഒളിച്ചോടുന്ന പരിപാടി നിർത്തൽ ചെയ്യണം. അതല്ലെങ്കിൽ മാതാപിതാക്കളെ കൂടാതെ സ്വന്തമായി സെലക്ട് ചെയ്യുന്ന പരിപാടി നിർത്തിവെക്കണം. അതിൽ ബർക്കത്തില്ല, അള്ളാഹുവിൻ്റെ പൊരുത്തം അതിൽ ഇല്ല. സത്യമാണ് അത്. നമ്മുടെ നാട്ടിലെ കഥ കണ്ടുവരുന്നത്, അത് ഏത് മതത്തിലായാലും, ഇസ്ലാമിലായാലും ഹിന്ദു മതത്തിലായാലും ക്രിസ്തീയ മതത്തിലായാലും, ഇനി മതം ഇല്ലാത്ത ആൾക്കാരായാലും ഒക്കെ അങ്ങനെ തന്നെ വരുന്നത്. മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, മാതാപിതാക്കളെ മോശമാക്കിയിട്ടുള്ള മക്കളുടെ സ്വന്തമായി സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വധുവിനെ തിരഞ്ഞെടുക്കൽ, അതൊരിക്കലും എന്താവില്ല, നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകില്ല. എന്തെങ്കിലും കാരണം കൊണ്ടത് തെറ്റിപ്പിരിയും. ഇനി അതല്ലെങ്കിൽ നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ട് പോകുന്നത് വളരെ കുറവായിരിക്കും. കാരണം എൻ്റെ മകൻ നോക്കിയെടുത്ത് കൊണ്ടുവന്നതല്ലേ, നമുക്ക് സ്വീകരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും മാതാപിതാക്കൾ മനസ്സുകൊണ്ട് സ്വീകരിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. പക്ഷെ എങ്കിലും നമ്മൾ സ്വീകരിക്കരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ അത് സ്വീകരിക്കുക ചെയ്യരുത്, ശ്രദ്ധിക്കുക ചെയ്യരുത്. നമുക്ക് 25 വയസ്സായി, നമ്മുടെ ബാപ്പാക്ക് അറിയാലോ ഇല്ലേ, ഞങ്ങൾ പിതാവിന് അറിയാലോ നമുക്കെത്ര പ്രായമായിന്ന്. അതേപോലെ തന്നെ നമ്മുടെ യോഗ്യത എന്താണ്, നമ്മുടെ ബാപ്പാക്കും ഉമ്മാക്കും അറിയാം നമുക്കെന്ത് യോഗ്യതയുണ്ട്, നമ്മളെത്ര വലുതായിട്ടുണ്ട് എന്ന്. നമുക്കൊരു തോന്നിപ്പോവുകയാണ്, എന്ത്, ഞാൻ വലുതായിട്ടുണ്ട് ഇല്ലേ, ഞാൻ വലുതായിട്ടുണ്ട്, ചിലപ്പോൾ ബാപ്പാനെക്കാട്ടി ഞാൻ വലുതായിട്ടുണ്ട് എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും ചില മക്കളൊക്കെ ഇന്നത്തെ കാലത്ത്. അതും അധികം വിദൂരമല്ല. ഭേദമായാലും നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുക. ഇങ്ങനെ ബാപ്പ പറയുന്ന കാര്യം, പിതാവ് പറയുന്ന കാര്യം, മാതാവ് പറയുന്ന കാര്യം, മാതാവും പിതാവും കൂടി പറയുന്ന കാര്യം, പ്രത്യേകിച്ച് വിവാഹ വിഷയമായതുകൊണ്ട്, കല്യാണ വിഷയമായതുകൊണ്ട് മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, അയൽവാസികൾ, നമ്മുടെ മഹല്ല് എല്ലാവരും കൂടി ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് നമുക്ക് കൊണ്ടെത്തിച്ചു തരുന്ന വധുവിനെ മാത്രം നാം സ്വീകരിക്കുക. അതിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ളത്. അതിലാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ സ്വയം കണ്ടെത്തുന്ന തീരുമാനങ്ങൾ, ഈ വിഷയത്തിൽ, കല്യാണ വിഷയത്തിൽ, വധൂവരന്മാരുടെ വിഷയത്തിൽ സ്വന്തമായി മക്കൾ തീരുമാനം എടുക്കരുത്. അതല്ലെങ്കിലോ ഇങ്ങനെ പറയാം, എനിക്ക് ഇന്ന ഒരാളിനെ താല്പര്യമുണ്ട്, അത് നിങ്ങൾക്കും കൂടി ഇഷ്ടമാണെങ്കിൽ നടത്താം, നിങ്ങൾക്ക് ഇഷ്ടമില്ലേ ഞാൻ വിട്ടുകളയാം, അങ്ങനെ പറഞ്ഞൊഴിവാകണം. അതല്ലാതെ എനിക്കതേ പറ്റുള്ളൂ, എനിക്ക് ആ പെൺകുട്ടി ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല, എനിക്ക് വേറെ ഒന്നിനും താല്പര്യമില്ല, ഇങ്ങനെ പറയരുത്. അങ്ങനെ പറയൽ മൗഢ്യമാവുന്നു, മണ്ടത്തരമാവുന്നു. അങ്ങനെ പറയുന്നത് അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അങ്ങനെ പറഞ്ഞേക്കരുത്. അഥവാ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒന്നുകൂടി ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഞാൻ ഒഴിവാകുന്നു. ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഇതിനാണ് ഗുരുത്വം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഗുരുത്വമില്ല, സത്യമാണ്. ഗുരുത്വം ഇന്നത്തെ കാലത്ത് ഇല്ല. നമ്മുടെ മക്കൾക്ക് എന്നല്ല, ആർക്കും ഗുരുത്വം ആവശ്യവും ഇല്ല. രണ്ടാമത്തെ കാര്യം, ഉപദേശം, അതും ആവശ്യമില്ല. മൂന്നാമത്തെ കാര്യം, തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ മോനെ അത് ചെയ്യരുതിട്ടാ, അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മനക്കരുത്ത് നമുക്ക് ഇല്ല. നേരെ മറിച്ച് പറഞ്ഞ ആളോട് ദേഷ്യം, ആ ദേഷ്യം കൂടി വരും. പിന്നെ അവനെങ്ങനെയാണെന്ന് ആക്രമിക്കുക, ലാസ്റ്റ് അവനെങ്ങനെയാണെന്ന് കൊല്ലുക. ഈ ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ കാലം പോകുന്നത്.
അതുകൊണ്ട് തന്നെ നല്ല ചിന്താഗതിയോടുകൂടി നമ്മൾ ഈ വിഷയത്തിൽ മാതാപിതാക്കളുടെ പൊരുത്തം നമ്മൾ സ്വീകരിച്ചേ മതിയാകൂ, കുടുംബങ്ങളുടെ പൊരുത്തം നമ്മൾ സ്വീകരിച്ചേ മതിയാവൂ, അയൽവാസികളുടെ പൊരുത്തം നമ്മൾ സ്വീകരിച്ചേ മതിയാവൂ. മാതാപിതാക്കൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും കൂടി നല്ല നിലക്ക് സന്തോഷത്തോടുകൂടി നടത്തേണ്ട ഒരു കാര്യമാകുന്നു വിവാഹം എന്നുള്ളത്. നേരെ മറിച്ച് രണ്ടാൾ കൂടിയിട്ട് എന്ത് ചെയ്യുക, അവർ മാത്രം ചിന്തിച്ച് വിവാഹ ജീവിതം നല്ലതുപോലെ ആവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താക്കണം, നമ്മൾ എല്ലാവരുടെയും പൊരുത്തം നമുക്ക് ആവശ്യമാണ്. പ്രായമുള്ളവരെ നാം ബഹുമാനിക്കണം, എന്നാലാണ് നമ്മുടെ മക്കളും അത് കണ്ടുപഠിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഈ വിഷയത്തിലുണ്ടാവണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നേരെ മറിച്ച് നമ്മുടെ ചിന്താഗതി നെഗറ്റീവ് എനർജി ആണെങ്കിൽ അതിലൊരിക്കലും വിജയം കണ്ടെത്താൻ കഴിയില്ല. നാം സ്വയം തീരുമാനിക്കരുത്. നമ്മുടെ വിഷയം, വിവാഹ വിഷയം മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കുക, അവരുടെ ഇഷ്ടപ്രകാരം നമ്മൾ നടത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചില കാര്യങ്ങൾ ആവർത്തിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്നും ഓർമ്മയിൽപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.